24 സീരീസ് വീണ്ടും തുടങ്ങിയല്ലേ? സെറ്റ്. എല്ലാരും വെള്ളവും ഭക്ഷണം കഴിക്കണ്ടാണില്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാ? മന്തി വേണോ? മന്തി വേണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. എല്ലാവർക്കും എല്ലാവർക്കും നാളെ കാണാം. നാളെ ഈ സമയം രാത്രി ഇന്നത്തെ സെയിം ടൈം ആയിരിക്കും മിക്കവാറും. സൗണ്ട് കുറയ്ക്കോ? ഓക്കെയാണ്. അങ്ങനെ ലാസ്റ്റിലൊരു ഇവൻ MRP കയറണമെന്ന് ഭയങ്കര ആഗ്രഹമായി ഡ്രീമറിന് MRP കയറണം എന്നുള്ളൊരു ആഗ്രഹം വന്നപ്പോ പറഞ്ഞ ഇങ്ങനെ ഒരു പയ്യനുണ്ട് ഗോഗു ഒന്ന് ട്രയൽസ് എടുത്ത് നോക്കൂ റെസ്ലിനെ നോക്കിയപ്പോ ഇവനെ ട്രയൽസ് എടുത്ത് നോക്കിയിട്ട് ആദ്യം അവനെ റിജക്ട് ചെയ്തു. അപ്പൊ അന്ന് ഫെയിലായിട്ട് അവനത് ക്വിറ്റ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം ഇന്ന് ഈ ഒരു അച്ചീവ്മെന്റ് കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. MRC ക്ലാസ്സിലോട്ട് ഇവൻ വരുന്നത് ഒരു 1.5 എൻട്രി ആയിരുന്നു. അത് ആ സമയത്ത് MRCയിൽ ഒരൊറ്റ കോൺകറർ പ്ലെയർ പോലും ഇല്ല. MRCയിലെ ആദ്യത്തെ കോൺകറർ പ്ലെയർ ആയിട്ടാണ് ഡ്രീമർ ആ ക്ലാനിൽ റിക്രൂട്ട് ആവുന്നത്. Target approaching from the north. Carnage. Cara, seja vai crescer. അടി അജാതി പ്രേമണ എന്തിനാ ചന്ദ്രനെ നമുക്ക് ആർക്കും ടി വിയിൽ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു അന്നത്തെ സമയത്ത്. ചന്ദ്രനെ നല്ല ഡ്രീമറിനെ ടി വിയിൽ എടുക്കാൻ താല്പര്യമില്ലായിരുന്നു ആ സമയത്ത്. കാരണം അവൻ പബ്ജിയാണ് കൂടുതൽ ഇഷ്ടം. RP ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിച്ച് അന്ന് അവന്റെ RP എന്ന് പറഞ്ഞാൽ അതേപോലത്തെ ഷോപ്പായിരുന്നു. അതായത് വണ്ടി എടുക്കുക, ചുമ്മാ ആൾക്കാരെ കൊല്ലുക, ടീമിലുള്ളവരെ കൊല്ലുക, പോലീസിന്റെ വണ്ടി മോട്ടിക്കുക, ഇത് മാത്രമായിരുന്നു അവന്റെ RP. അവിടുന്ന് ശരിക്കും ചന്ദ്രൻ ഇങ്ങനൊരു ചേഞ്ച് വരുന്നത് സത്യം പറഞ്ഞാൽ ഇത് അവൻ എന്നോട് ആദ്യം പറഞ്ഞത് ഇതാണ്,
എടാ നീ ഉണ്ടായിരുന്ന ഞാൻ MRCയിലോട്ട് വന്നത്. അത് നീ എവിടെ പോകണോ അവിടെ തന്നെ കാണാൻ ഞാൻ എന്ന് പറഞ്ഞു കൊണ്ടുണ്ടാവും. കാരണം ഞാൻ ഇവിടെ വന്ന എന്ന് പറഞ്ഞു ഇവനെ എൻ്റെ കൂടെ ഇറങ്ങി വരുമായിരുന്നു. ഈ സ്നേഹയെ വളയ്ക്കാൻ വേണ്ടി സ്നേഹ എൻ്റെ കൂട്ടുകാരിയായിരുന്നു കേട്ടാ. ഞങ്ങൾ ഒരു ദിവസം ഞാനും ഇവനും എല്ലാം കൂടെ വെള്ളം ഒഴിച്ച് തോട്ടുംകരയിൽ ഇരുന്ന സമയത്ത് വെള്ളത്തിൽ ഇരുന്ന് മോങ്ങണം എന്നെ പഴയ ഇങ്ങനെ മോങ്ങി മറ്റേ അടവെടുത്ത് വളർത്തതാണ് ഈ സ്നേഹിവൻ. 1-2 വർഷമായിട്ട് 2-3 വർഷം പഴക്കമുള്ള എന്നോട് അവൻ വിഷമം പറയാതെ ഞാൻ വെള്ളത്തിൽ അടിച്ചിട്ട് കൊഞ്ചു പറ്റി വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കേട്ടാ. ആ സമയത്ത് ഞാൻ നോക്കുമ്പോ കരയിലിരിക്കുന്ന സ്നേഹം എടുത്ത് വെള്ളം എടുത്തിട്ട് അവിടെ നിന്നിരുന്ന് മോങ്ങുവാ. പഴയ കൊച്ചോ ഭയങ്കര മോങ്ങല. അവിടെ ചെന്നിരുന്ന് മോങ്ങി ഇവന്റെ പഴയ ഇതൊക്കെ പറഞ്ഞ് അതിനെ സെന്റിമെന്റലായിട്ട് അപ്രോച്ച് ചെയ്ത് വളർച്ച പട്ടിയാണത്. ഞാൻ തേങ്ങനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ്. ലെവിയുടെ സിനിമാറ്റിക്സാ ഇതാ. ഇതാണ് സിനിമാറ്റിക്സാ. ഏത് ലെവി? ബ്രോ എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ലടാ. എനിക്ക് ഇപ്പൊ തോന്നുന്ന സന്തോഷത്തിന് കൈ കണക്കില്ല. എന്തൊരു വീഡിയോടാ അത്. ഭയങ്കര സന്തോഷടാ, ഭയങ്കര അടിപൊളിയടാ വിഷയം. നീ ചന്ദ്രന്റെ എഡിറ്ററാ. കാർത്തിക് സൂര്യാടാ ഞാൻ. സ്നേഹം മാത്രം എന്തൊക്കെ ഏതാടാ പോഞ്ഞിക്കറി കണ്ടാ ഹാപ്പി ബർത്ത്ഡേ. താങ്ക്സ് താങ്ക്സ്. ഇത് വേണ്ടായിരുന്നു. ലെഫ്റ്റിലുള്ളവർ അവന് ഇച്ചിരി ബസ്സിന് കൂടുതലാണെന്ന് സംശയം. ചന്തി കാണിക്ക്. ചന്തി കാണിച്ച് ചന്തി 2 എണ്ണം ഉണ്ട്. താങ്ക്സ് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. വീഡിയോ കൂടി കാണാനുണ്ട്. നമ്മുടെ അണ്ണനെ കുറച്ച് വിഷ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ. അപ്പൊ അതുകൊണ്ട് കണ്ടിട്ട് നമുക്ക് അടുത്ത എന്ത് കിടിലോട്ടാണ് അവര് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്, ഭയങ്കര അടിപൊളി. ജിമ്മിലൊക്കെ പോയി ട്രാൻസ്ഫോർമേഷൻ ഒക്കെ നടത്തി നമ്മളെയൊക്കെ ഞെട്ടിച്ച ചന്ദ്രബോസിന് ഒരു ഹാപ്പി ബർത്ത്ഡേ ചക്കരയും. വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ ചന്ദ്ര. ലവ് യു. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. അച്ഛന്റെ ബർത്ത്ഡേ മക്കളെ ഹാപ്പി ബർത്ത്ഡേ ഡ്രീമറെ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ബാംഗ്ലൂർ പോയിട്ട് വന്നിട്ട് നിന്നെ പഴയ പോലെ രാത്രി കാണാനില്ലല്ലോ. പ്രിയമ്പവ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ മാലു. ചന്ദ്രന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ചേച്ചി. 2 ബോൾ. ശരി അപ്പൊ കാണാം. താങ്ക് യു. നമ്മുടെ ചന്ദ്രന് എല്ലാവിധ എന്നെ ഊക്കിയല്ലടാ ചാച്ചി. മൈരൻ ചന്ദ്ര അയ്യോ അയ്യോ കൊടുത്തും നീ
10-30 വയസ്സ് വരെ എത്തിയടിയാ. അല്ലെ ഇപ്പൊ അതുപോലെ നന്നായിട്ട് അൽഹംദുലില്ലാ നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഇനിയും ബാംഗ്ലൂർ പോകണം, ഒരുപാട് സമ്പാദിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു അടിയാ. മോനെ ഡ്രീമറെ ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ജിമ്മിനൊക്കെ പോയി ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. അത്രേ ഉള്ളൂ ബ്രോ, അത്രേ ഉള്ളൂ. കെവിനെ കുട്ടാ താങ്ക്സ്. സുഖമാണ് നീക്കൊന്ന് ചവരിപ്പാടാക്കിയ വിത്തൽജിയ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. ഉടനെ തന്നെ ഏതെങ്കിലും ചെവിട്ടിക്കുത്തി വെച്ച് കയറി വരണേട്ടാ. കാത്തിരിക്കുക എല്ലാത്തിനും. അടുത്തതായി നമ്മൾ പറഞ്ഞ പോലെ തന്നെ അടുത്തതായി നമ്മുടെ ഡേഞ്ചർ ബോയ്സ്